എനിക്ക് എന്തോന്ന് മേടിച്ചു തരാൻ വന്നതാണ് ഇവിടെ. ഇത്രയും വലിയ കൊച്ചാ. കുറച്ച് താമസിച്ചു എമ്മറു ആണ്. എമ്മറുവിൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് അല്ലേ എമ്മറു? ഭയങ്കര സെലക്ഷനാണ് ജാറു. ഇതൊക്കെ ആ ഭയങ്കര സെലക്ഷൻ. ജാറ് പോയേ. ഇന്നിപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാളിൽ വന്നേക്കാണ്. ഫീനിക്സ് മാൾ എന്ന് പറയും. അപ്പോൾ ഉച്ചയായിട്ടോ വന്നപ്പം. കാരണം രാവിലെ നമ്മൾ കുറച്ച് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മൾ ഫീനിക്സ് മാളിൽ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ വിചാരിച്ചു ഫീനിക്സ് മാൾ ഒരൊറ്റ മാളായിരിക്കുമെന്ന്. പക്ഷേ അല്ല, അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഓപ്പോസിറ്റായിട്ട് വേറെയും പല്ലടിയം എന്ന് പറയുന്ന മാളൊക്കെ ഉണ്ട് കേട്ടോ. പല്ലാടിയം ഇതും മാളാ? ഒவ்வொரு മാളാ? ഇപ്പൊ എത്ര മാള് ഇതിൻ്റെ അകത്ത്? ഫീനിക്സ് മാൾ. ഫീനിക്സിൻ്റെ സംഭവം ഞാൻ ഒരു മാളെന്നും പറഞ്ഞ് വന്നതാണ്. വന്നപ്പം ഇതിൻ്റെ അകത്ത് വേറെ മാളൊക്കെ കണ്ടപ്പോൾ എനിക്കെന്നെ അതിശയായിപ്പോയി. പിന്നെ ചെന്നൈയിൽ വന്നാൽ എനിക്ക് എത്ര വന്നാലും മതിയാവില്ല. കാരണം എനിക്ക് ചെന്നൈ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, എന്തോ ഇവിടെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ചെന്നൈയിൽ വരുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഫീനിക്സ് മാൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നും കൂടെ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളു ചെന്നൈയിൽ 2 ദിവസത്തെ പ്ലാനിലാണ് വന്നത്, 2 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം മൊത്തത്തിൽ ചുറ്റി കാണാനൊന്നും പറ്റില്ല. പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ എനിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, ബേബി ഉണ്ട്. ബേബി വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ബേബി ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഉച്ചയ്ക്കാണ് വന്നത്. ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഷോപ്പിംഗ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയം പോയി. കാരണം എമ്രുവിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നാളെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പോകാനുള്ളതാണ്. അതുകൊണ്ട് പറ്റുന്ന പോലെ ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. എനിക്ക് എന്തോന്ന് മേടിച്ചു തരാൻ വന്നതാണ് ഇവിടെ. എനിക്ക് എന്തോന്ന് മേടിച്ചു തരാൻ വന്നത്? അപ്പോൾ എനിക്ക് എംബ്രോയിഡറി മാത്രമേ ഉള്ളൂ. എനിക്കില്ല. എനിക്ക് ഡയമണ്ട് ഓക്കെ. മലബാർ ഡയമണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിക്കുന്നത് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് റാഡോ ഉണ്ട്. വാപ്പാക്ക് വാങ്ങിച്ചു കൊടുക്കാം. സംഭവം എമ്രുവിന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനാണ് വന്നത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് റീക്കായി ഒന്ന് മുട്ടി നോക്കിയതാണ് എനിക്കെന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പറയാതെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും. കൂടുതലും ഡ്രസ്സൊക്കെ ആയിരിക്കും, കാരണം എനിക്ക് ഡ്രസ്സാണ് ഇഷ്ടം. അപ്പം നമ്മൾ ഇപ്പം ഇവിടെ കയറിയപ്പോഴത്തേക്കും വന്നപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. പോക്കറ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പേഴ്സും മൊബൈലും മാത്രമാണ് ഉള്ളത്. എന്തോ പക്ഷേ ഇവിടെ പിന്നെ വീണ്ടും റീക്ക കയറിയിട്ട് വീണ്ടും തിരിച്ചിറങ്ങിയൊക്കെ നോക്കി. എന്നിട്ടും ഭയങ്കര പ്രശ്നമായിരുന്നു. സംഭവം ഒന്നും ഇല്ലായിരുന്നു കയ്യിൽ, എന്തോ അടിച്ചു മാറ്റിയ പോലെയാണ് സൗണ്ട് കേട്ടുകൊണ്ടിരുന്നത്. ഇത് ലൈഫ് സ്റ്റൈലാണ് വന്നിട്ട്. ഇവിടെ വന്ന് ഞാൻ കുറച്ച് ഡ്രസ്സ് എനിക്ക് നോക്കി. വലിയ കാര്യത്തിൽ ഒരുപാട് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതെനിക്കിഷ്ടപ്പെട്ടെ. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത്ര ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ചിറങ്ങി. ഒരുപാട് ഡ്രസ്സ് നോക്കിയേ. പിന്നെ ഒരെണ്ണം നോക്കിയത് കോട്ട് സെറ്റ് പോലെയാണ്, വൈറ്റ് കളറ്. പിന്നെ അത് നല്ല കോസ്റ്റ്ലി ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ ഞാൻ ഒരു ഡ്രസ്സും എടുത്തില്ല എനിക്കിവിടെ നിന്ന്. അപ്പം നമ്മൾ ഇനി അടുത്ത് പാൻറ്റലൂൺസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് എടുക്കാനല്ല വന്നത്, എമ്രുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വന്നപ്പോൾ നമുക്ക് റീക്കാർഡ് റിലേറ്റീവ്സ് കുറച്ച് പേര് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എമ്രുവിന്. അങ്ങനെ പൈസയൊക്കെ തന്നിട്ടാണ് വിട്ടത്. അപ്പോൾ പിന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് എമ്രുവിന് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അവരുടെ പൈസയ്ക്ക്. അപ്പോൾ വന്ന് കയറി ഉടനെ ഇവിടെ എസ്കലേറ്റർ കണ്ടപ്പോൾ എമ്രുതാ ചാടി എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ട്. പാൻറ്റലൂൺസിൽ നല്ല രസമാണ്. ഇവിടുത്തെ കളക്ഷൻ അടിപൊളിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല കളർഫുള്ളാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇപ്പം മിക്സ്ഡ് ആയിട്ടുള്ള ഇതുപോലെ ഇപ്പോൾ വൈറ്റും ബ്ലൂ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്ന കളേഴ്സൊക്കെ എനിക്ക് ഈ ബേബീസിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ എപ്പോൾ എടുത്താലും അങ്ങനെ എറിച്ച് നിൽക്കപ്പാണ്. എനിക്കും അങ്ങനെ ചില സമയം ഇങ്ങനെ എറിച്ച് നിൽക്കുന്നതൊക്കെ ഇഷ്ടമാണ്.
ഇഷ്ടമാണ്. പിന്നെ പൊതുവേ ബ്ലാക്കാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. എന്നാലും ബ്ലാക്കും വൈറ്റും ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ഇതുപോലെ ചില ഫ്ലൂറസെൻറ്റ് കളറൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എംറൂന് ഇതുപോലുള്ള ഫ്രീക്ക് കളേഴ്സൊക്കെ ഇട്ട് കൊടുത്ത് അവൻ ഒരുക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് ഫ്രീക്ക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ യെല്ലോ ഇതൊരു ടീഷർട്ടും ഷോർട്ട്സും ഇതിൽ വരുന്നതാണ്. നല്ല രസമുണ്ട്. അങ്ങനെ ഒരുപാട് കളർ, പച്ച ഉടുപ്പ്, എന്താണ് മഞ്ഞ ഉടുപ്പ്, നീല ഉടുപ്പ്, അങ്ങനെ പല കളറിലുള്ള നിറത്തിലുള്ള ഡ്രസ്സാണ് എംറൂന് എടുത്തത്. ഇവൻ ഇവിടെ വന്ന് ഫുൾ അലിമ്പാണ്. ഡ്രസ്സ് എടുക്കാൻ പറ്റില്ലല്ലോ. ഇവനെ കൊണ്ടുവന്നാൽ ഇവനെ നോക്കാൻ തന്നെ ഒരാൾ വേണം, ഒരാളല്ല 2 പേര് വേണം, അത്രയ്ക്ക് അലുമ്പാണ്. പിന്നെ എൻ്റെ ബ്രദർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ അവന് കുറേ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ പുറത്ത് ലുഡ്സിൽ നിന്ന് വന്ന്, അപ്പോൾ അതാ ഇവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിൻ. അപ്പോൾ എംറൂനത് കാണിച്ചു കൊടുത്തു. അവന് ഇഷ്ടമാണ്, ഇരുത്തി കൊണ്ടുപോയാൽ പോവും. പിന്നെ നമ്മൾ കയറിയില്ല, ആദ്യം കയറാമെന്ന് വിചാരിച്ചു, പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇരുന്ന് എംറൂന് കൊണ്ടുവന്ന ഫുഡ് കൊടുത്തിട്ടുണ്ട്. അവന് ഫുഡ് കഴിച്ചാൽ പിന്നെ വീണ്ടും ആക്റ്റീവായിട്ട് നിന്നോളും, പിന്നെ ആ ബഹളം കാണൂലല്ലോ. ആ ജോലി ഞാൻ ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തൊട്ട് അടുത്തുള്ള വീണ്ടും ഓപ്പോസിറ്റുള്ള മാളിലോട്ട് പോവുകയാണ്. അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്, എന്താണ് സംഭവം എന്നുള്ളത്. എല്ലാം ഒരുപോലെ തന്നെയാണ്. അങ്ങനെ പോയി നോക്കാമെന്നും പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ വേറൊരിടവും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, വേറെ ഡെസ്റ്റിനേഷനൊന്നും പ്ലാനിലില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ മാക്സിമം നമ്മളൊന്ന് കറങ്ങിയടിക്കണമല്ലോ. അങ്ങനെ ഇവിടെ ഈ ഒരു മാളിലോട്ട് പോയിട്ടോ. ഇവിടെ വന്നപ്പോൾ നേരെ H&M ആണ് ഞാൻ നേരെ കണ്ടത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറി. അങ്ങനെ H&M കയറിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല. ഒരു ജീൻസും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും എടുത്തിട്ടൊരു പണിയും കിട്ടി. ബില്ല് പേ ചെയ്യാൻ പോയതിൽ ചെറിയൊരു പണി കിട്ടിയിട്ട് അവസാനം അങ്ങനെ കുറേ നേരം അതിൻ്റെ അകത്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചും കൂടെ ലേറ്റായിപ്പോയി. കാരണം നമുക്ക് കഴിക്കണമൊക്കെ ജാറ് പോയേ. കുടുകുടു ഓട നോക്ക്. ഷോപ്പിംഗ് ഓവർ. ഞാൻ പറഞ്ഞില്ലേ H&M ചെറിയൊരു പണി കിട്ടി, അതിൻ്റെ അകത്ത് പെട്ടുപോയി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് അധികം പോകാൻ പറ്റിയില്ല, സമയം ലേറ്റായി. പിന്നെ അതുമല്ല ഇവനെ മാനേജ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട്, ഇവർ 2 പേരും കൂടെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പം ഇവനാണെങ്കിൽ ഒരിടത്ത് നിൽക്കുന്നില്ല, അടങ്ങി. അത് പോയി എടുക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം എടുത്തോളും. അപ്പോൾ ഇവൻ്റെ പുറകെ പോയി എനിക്ക് അവസാനം ബാക്ക് പെയിനായി, ഞാൻ ഭയങ്കര ടയേർഡായി. പിന്നെ നമ്മൾ തിരിച്ചതാ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഊബറാണ് ഇട്ടത്, ഊബറിൽ കയറിയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് കാറിൽ പോയാലും ഒരുപാട് കാണാനുണ്ട്. അപ്പം കാറിലിരുന്നാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് വേറൊരു വൈബാണല്ലോ. അങ്ങനെ ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ടി നഗർ വഴിയൊക്കെയാണ് പോകുന്നത്. ടി നഗറിൽ കഴിഞ്ഞ തവണ വന്നപ്പം ഞാൻ പോയിരുന്നു. ടി നഗറിൽ ഇവിടെ ഒരുപാട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ടി നഗർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ തവണ നമ്മൾ സ്കൂട്ടറിലൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ അതും അങ്ങനെ വായി നോക്കിയൊക്കെ പോയി. ഇനിയിപ്പോൾ റൂമിലോട്ടാണ് നേരെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല, കാരണം റിലേറ്റീവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ ഉണ്ടാക്കി. റൂമിലല്ല, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ നമ്മുടെ റൂമിൽ പോകും. അങ്ങനെ അടുത്ത ദിവസമായിട്ടുണ്ട്. നമ്മൾ റൂമിലൊക്കെ പോയതിന് ശേഷം എല്ലാ പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഉറങ്ങി അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയം എത്ര മണിയായി? 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് 7:30 7:15 നമ്മുടെ ഫ്ലൈറ്റ്. കുറച്ചൊന്നും ഡിലേ ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ ഒരു 4:50 ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 5:30 ആവും കേട്ടോ. 5:30 ആയി എത്തിയപ്പോഴത്തേക്കും. ബൈ പറ. സംഭവം സമയങ്ങളൊക്കെ കൃത്യമല്ലാത്ത വേറൊന്നുമില്ല. ഈ ബ്ലോഗ് എടുത്ത് വെച്ചിട്ട് തന്നെ ഇപ്പം 1-2 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വേറെ ട്രിപ്പിലായിപ്പോയി. അപ്പോൾ ട്രിപ്പിലായപ്പോഴത്തേക്കും ഈ ബ്ലോഗ് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ടൈമൊക്കെ ഇങ്ങനെ ഇപ്പോൾ വോയിസ് ഇടാൻ നേരം ആലോചിച്ചപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അതാണ് സംഭവം. അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഈ പോയിട്ട് വന്നിട്ട് സമയമൊന്നും ഓർമ്മയില്ലേ എന്നൊക്കെ, ഫ്ലൈറ്റിൽ നിന്ന് ഏത് സമയമൊന്നും കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞൂടെ എന്നൊന്നും പറയരുത്. അതുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്. അങ്ങനെ ഇത് നമ്മുടെ ചെന്നൈ എയർപോർട്ടാണ്. ഇവിടെ ഒരുപാട് അകത്ത് ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്, പിന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ രാവിലെ വന്നിട്ട് ചായ പുറത്തുനിന്ന് കുടിക്കാൻ ചായ വേലയിൽ പോയി. എന്നിട്ട് നമ്മൾ പിന്നെ വിചാരിച്ചു വേണ്ട, കാരണം ഉമ്മ വീട്ടിലാണെങ്കിൽ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം ഉമ്മയുടെ പറഞ്ഞിട്ടുണ്ട്. വാപ്പാടെ തലേന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇത്ര മണിക്ക് വരും, നമ്മൾ എല്ലാവർക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെക്കണം കഴിക്കാനും, പിന്നെ ചായയൊക്കെ. അതുകൊണ്ട് പിന്നെ എന്നാലും നമ്മൾ ചോദിച്ചു, ഇങ്ങനെ റീക്ക ഇങ്ങനെ ചായ കുടിക്കണമെന്ന് റീക്ക കൊണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നാലും പോയി അന്വേഷിച്ചു.
അപ്പോൾ റേറ്റ് അത് പൊതുവേ കൂടുതലാണല്ലോ എയർപോർട്ടൊക്കെ ആകുമ്പോൾ. പിന്നെ നമ്മൾ അത് മേടിച്ചിട്ട് എന്തായാലും രാവിലെയാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കുടിക്കാമെന്നും പറഞ്ഞു. കാരണം 1 hour അല്ലേ ഉള്ളൂ. ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 1 hour ആണല്ലോ. എന്നാൽ മൊത്തത്തിൽ എത്തുമ്പോൾ ഇപ്പോൾ നമുക്കൊരു 7:15 ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ അത് എടുത്തപ്പോൾ ഒരു 7-7:30 ആയിട്ടുണ്ട്. കുറച്ച് ലേറ്റായിരുന്നു. ഇത്രയും വലിയ കൊച്ചാ കുറച്ച് താമസിച്ചു ഉടുപ്പിട്ടിരുന്നു കടയിൽ നിന്ന് അങ്ങനെ മൊത്തം നമ്മൾ ഒരു കണക്കൊക്കെ കൂട്ടി നോക്കിയാൽ രാവിലെ ഒരു 9 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. പിന്നെ നേരെ അവിടെ നിന്ന് ഊബർ പിടിച്ച് വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ പോയി ഫുഡൊക്കെ അടിക്കാമല്ലോ, അങ്ങനെ വീട്ടിലോട്ട് പോയി. എമ്രോ ആണെങ്കിൽ അപ്പോഴത്തേക്കും ഉറക്കമായി. രാവിലെ 4:30 ആയപ്പോൾ തന്നെ എമ്രോ എഴുന്നേറ്റിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവൻ എഴുന്നേറ്റില്ല, കിടക്കുന്നത് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് രാത്രി അവനെ ഫ്രഷ് ആക്കിയിട്ടാണ് കിടത്തുന്നത്, ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ 4:30 ആയപ്പം നമ്മളെല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് അവൻ കണ്ണ് പതിയെ തുറക്കുന്നുണ്ട്. അങ്ങനെ അവൻ തന്നെ എഴുന്നേറ്റു. പിന്നെ ഞാൻ വീണ്ടും വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആൾ നല്ല ടയേർഡാണ്, അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഉറങ്ങി. പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് ഉറക്കമൊക്കെ എഴുന്നേറ്റ് പിന്നെ ഫുൾ അലിമ്പായി. ഫ്ലൈറ്റിൽ കിടന്ന് പ്രശ്നമായി. എൻ്റെ അടുത്തിരുന്നിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്നു, നല്ല ഉറക്കമായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പം വേറെ എവിടെയോ എത്തിയ പോലെ. നോക്കിയപ്പം വാപ്പയാണെങ്കിൽ അവൻ്റെ വാപ്പ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്, വാപ്പ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി നേരെ വാപ്പയുടെ അടുത്ത് പോകും, പിന്നെ തിരിച്ചിങ്ങോട്ട് വരും, പിന്നെ അവിടെ ഓടിക്കളിക്കണം, നടക്കണം. പിന്നെ അവന് വേണ്ടിയിട്ട് വിശക്കുമല്ലോ, നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ചെറുതായിട്ട് നമുക്ക് വിശക്കും. അവനും വിശക്കുന്ന കാരണം കുറച്ച് സ്നാക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ വീണ്ടും അവനങ്ങനെ ഇരുന്നു, ഉറങ്ങിയൊന്നുമില്ല. കാരണം 1 hour അല്ലേ, എങ്ങനെയൊക്കെയോ ഞാൻ തട്ടി മുട്ടിയൊക്കെ മാനേജ് ചെയ്തെടുത്ത് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് എന്നെ ഒരു വഴിയാക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇവനെയും കൊണ്ട് എല്ലായിടത്തും പോകും. ഭയങ്കര കഷ്ടപ്പാടാണ് ഇവനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയും. ഇപ്പോൾ ഭയങ്കര അലുമ്പാണ്, കയ്യിൽ നടക്കാൻ തുടങ്ങിയാൽ പിന്നെ കയ്യിലിരിക്കൂലല്ലോ, എപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഓക്കെ, ഞാൻ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോകാൻ അവനിഷ്ടമാണ്. ട്രാവൽ ചെയ്യാൻ എനിക്കിഷ്ടമാണ്, അവൻ്റെ പാപ്പാക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ട്രാവൽ ചെയ്യാമല്ലോ. അത് ചെന്നൈ ഇതാ ഇവിടെ കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. കറക്റ്റ് ഞാൻ വോയിസ് ഓവർ ഇടാൻ വന്നപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ആട് കരയുന്ന സൗണ്ട് ഉണ്ട്. എല്ലാവരും ക്ഷമിക്കണം, വേറെ ഒന്നുമില്ല. കറക്റ്റ് വോയിസ് ഇടാവുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത വീട്ടിൽ ആടുകളൊന്നും ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിതാ ലാൻഡ് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 9 മണിയൊക്കെ ആയപ്പം കറക്റ്റ് വീടൊക്കെ 9-9:30 ആയപ്പം വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കോമൻറ്റും ചെയ്തോ. ടാറ്റാ ബൈ, ടേക്ക് കെയർ.